ഹലോ, മെയ്സ് ലേണിംഗിന്റെ ഡിജിറ്റൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സൈബർ ഫ്രോഡായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപക്ഷെ ന്യൂസിലും മറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഡിജിറ്റൽ അറസ്റ്റ് എന്ന സൈബർ ഫ്രോഡിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഡിജിറ്റൽ അറസ്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഇത് നമ്മളെ വടക്ക് നോക്കി യന്ത്രം സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന പോലെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധനെ പോലെ തൃശ്ശൂര് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ഒരു സൈബർ തട്ടിപ്പുകാരന്റെ വീഡിയോ ആണ്. സോ പുള്ളി വിളിക്കുന്നു, പോലീസുകാര് അയാളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കൂടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവര് പോലീസുകാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്. അതെ, തൃശ്ശൂരില് സ്കാമർ റിയൽ പോലീസിനെ വിളിച്ച് പെട്ടുപോയ ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ കണ്ടോ, പോലീസിനെ പോലെ ഡ്രസ് ചെയ്ത ഒരാള് വീഡിയോ കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. ബാക്കിൽ പോലീസ് സ്റ്റേഷൻ പോലെ എന്തൊക്കെയോ ഫ്ലാഗും കുറെ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പോലീസിന്റെ യൂണിഫോം പോലത്തെ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. സോ വീഡിയോ കോൾ ചെയ്യും, എന്നിട്ടാണ് അവര് തട്ടിപ്പ് നടത്തുന്നത്. സോ എന്താ നമുക്ക് നോക്കാം. സോ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാമർ അല്ലെങ്കിൽ തട്ടിപ്പ് ചെയ്യുന്ന ആള് നമ്മളെ വിളിക്കുന്നു, കോൾ വഴിയോ അതിനുശേഷം വീഡിയോ കോളിലേക്കോ വിളിക്കുന്നു. എന്നിട്ട് നമ്മളടുത്ത് പറയുന്നു, നിങ്ങൾ ക്രൈം ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഞങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുകയാണ്, ബെയിൽ എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൈബർ ഫ്രോഡിനെയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നു, നമ്മൾ നമ്മളുടെ ഫിയറും ആങ്സൈറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇമോഷണൽ മാനിപ്പുലേഷൻ വഴിയാണ് ഈ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ മണി ലോണ്ടറിങ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വലിയ ക്രൈം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവർ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ പൈസ അയച്ചു കൊടുത്തു എന്ന് വരും. സോ ഈ ഒരു സംഭവമാണ് ഈ തട്ടിപ്പുകാരൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഡിജിറ്റൽ അറസ്റ്റ് സ്കാമുകൾ വർക്ക് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സൈബർ ക്രിമിനൽസ് CBIയിൽ നിന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നോ ED അതുപോലെ തന്നെ കസ്റ്റംസിൽ നിന്നോ ഒക്കെയാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ജഡ്ജ് ആണെന്നോ പോലീസ് ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കും. ഓക്കെ, അവർ ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ടായിട്ടും നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് യൂണിഫോമിലൊക്കെ ആയിരിക്കും നമ്മളെ വിളിക്കുക. എന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള അക്യൂസേഷൻസ് പറയും. അതായത് നമ്മളിപ്പോ ഇന്ന ക്രൈം ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു വലിയ ക്രൈം ചെയ്തിട്ടുണ്ട്, മണി ലോണ്ടറിങ്ങോ ഡ്രഗ് ട്രാഫിക്കിംഗ് ഒക്കെ പോലെയുള്ള എന്തോ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത്, എനിക്കൊരു ഫോൺ കോൾ കിട്ടിയിരുന്നു, എന്റെ പേരിൽ ഒരു പാഴ്സൽ, എന്തൊക്കെയോ ഇല്ലീഗൽ സബ്സ്റ്റൻസുകളുള്ള ഒരു പാഴ്സൽ വേറൊരു രാജ്യത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ക്രൈം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. സോ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പേടിക്കും. അപ്പൊ അവർ പറയും, ഓക്കെ, നിങ്ങളെ ഞങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഇനി ഞങ്ങൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. എന്തൊക്കെയായിരിക്കും അവർ പറയാം? കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, ഫാമിലിയിലെ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ വേറെ അതോറിറ്റീസുമായിട്ടോ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ നിങ്ങളെ സർവൈലൻസിൽ വെച്ചിരിക്കുകയാണ്, നിങ്ങൾ അവിടെ നിന്ന് എണീക്കാൻ പാടില്ല, ഡിജിറ്റൽ അറസ്റ്റ് ആണെന്ന് പറയും. എന്നിട്ട് ബെയിൽ എമൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഫീ ആയിട്ട് ഒക്കെ അവര് ഒരു എമൗണ്ട് ചോദിക്കും. ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറയും. പൈസ ഫോർവേഡ് ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും? അവര് ഡിസപ്പിയർഡ് ആവും, അവരെ പിന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല, നമ്മൾ പറ്റിക്കപ്പെടും, നമ്മളെ കയ്യിലെ പൈസയും പോവും, അത്രയും സമയം നമ്മൾ അനുഭവിച്ച ടെൻഷൻ മാത്രം ബാക്കിയാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡിജിറ്റൽ അറസ്റ്റ് സ്കാമുകൾ വർക്ക് ചെയ്യുന്നത്. സോ സത്യം പറഞ്ഞാൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ത്യയിലെ ഏതെങ്കിലും നിയമങ്ങളിൽ ഉണ്ടോ?
ഇല്ല. ഡിജിറ്റൽ അറസ്റ്റ് ഒരു ഇന്ത്യൻ ലോയിലും ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയും ഡിജിറ്റലി ഒരാളെയും അറസ്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇതിന്റെ മോഡസ് ഓപ്പറാൻഡിയുടെ ഒരു ഡയഗ്രമാണ്. ഫേക്ക് അതോറിറ്റി കോൾസ്, പിന്നെ ത്രട്ടൺ ചെയ്യും, പൈസ അയക്കാൻ വേണ്ടി പറയും, പൈസ അയക്കുന്നതോടുകൂടി അവര് അപ്രത്യക്ഷരാകും. ഇത് നമ്മുടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സമയത്ത് വലിയ രീതിയിൽ ഡിജിറ്റൽ അറസ്റ്റ് സ്കാമുകൾ രാജ്യത്ത് വർദ്ധിച്ചിരുന്നു. സോ അപ്പോ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഒരു നിയമത്തിലും ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും ഒരു വ്യക്തിയെയും ഡിജിറ്റലി അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. പ്രധാനമന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 സ്റ്റെപ്പ് ഗൈഡ് എഗെയിൻസ്റ്റ് ഡിജിറ്റൽ അറസ്റ്റ്, അല്ലെങ്കിൽ ഏതൊരു സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ ഫ്രോഡിന് എഗെയിൻസ്റ്റ് ആയിട്ടും നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 സ്റ്റെപ്പ് ഗൈഡ് ഫോളോ ചെയ്യാം. എന്താണ്? സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് ടേക്ക് ആക്ഷൻ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പോസ് ചെയ്യുക, എന്നിട്ട് ആലോചിക്കുക, ഓക്കെ ഇതെന്താണ്, ഇത് റിയൽ ആണോ, ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണോ എന്ന് ആലോചിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഡിജിറ്റലി? ഇന്ത്യയിൽ ഇങ്ങനെ നിയമങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ? അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ആലോചിക്കുക. അതിനുശേഷം മാത്രം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ഓക്കെ, പാനിക് ആയിട്ട് അവർ പറയുന്ന പോലെ അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനോ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ പാടില്ല. അതിനു മുന്നേ ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആലോചിക്കുക. അതിനുശേഷം ഇത് ഫ്രോഡാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇനി അതല്ല, ജെന്യൂൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു 3 സ്റ്റെപ്പ് മന്ത്ര നമുക്ക് ഫോളോ ചെയ്യാം: സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് ദെൻ ടേക്ക് ആക്ഷൻ. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ ഡിജിറ്റൽ അറസ്റ്റ് സ്കാമുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാം എന്ന് നോക്കാം. ഇത് നമ്മുടെ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, നമ്മുടെ ഇന്ത്യയിലെ സൈബർ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു നോഡൽ ഏജൻസിയാണ്. സോ അവര് കൊടുത്തിട്ടുള്ള അഡ്വൈസറി ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? സ്കാമേഴ്സ് ഡിജിറ്റലി അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇന്ത്യയിലെ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും നിങ്ങളെ ഡിജിറ്റലി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നേരത്തെ 3 സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത ശേഷം തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനുശേഷം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ളത് ഒരു ഇന്ത്യൻ ലോയിലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഓക്കെ, കൺസെപ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡിജിറ്റലി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഈ 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. പിന്നെ റിക്വസ്റ്റ് വെരിഫൈ ചെയ്യാണ്ട്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ പറയണം, ഓക്കെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരൂ, OTP തരൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാർഡിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നു, CVV ചോദിക്കുന്നു, OTP ചോദിക്കുന്നു. സോ പേഴ്സണൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഫോൺ വഴിയോ ഇമെയിൽ വഴിയോ മെസ്സേജിങ് ആപ്പുകൾ വഴിയോ ഒരിക്കലും റിക്വസ്റ്റ് വെരിഫൈ ചെയ്യാതെ ഷെയർ ചെയ്യരുത്. ഓക്കെ, ഇനി എന്താണ്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോള് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് വെരിഫൈ ചെയ്യുക. അവർ പറയണം നിങ്ങൾ ഡിജിറ്റലി അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു പാഴ്സൽ അയക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ ഇന്ന ഇല്ലീഗൽ സബ്സ്റ്റൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിക്കുക, ഓക്കെ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ശരിക്കുള്ളതാണോ, ഇതാണോ അതിന്റെ ലീഗൽ പ്രൊസീജിയർ എന്ന് ചോദിക്കുക. സോ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അതിനെപ്പറ്റി ആലോചിക്കുക. ആ റിക്വസ്റ്റുകളൊക്കെ വെരിഫൈ ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടോ റിലേറ്റീവ്സുമായിട്ടോ ഒക്കെ നമുക്ക് ഈ കാര്യം സംസാരിക്കാം. പൈസയൊക്കെ അയക്കുന്നതിന് മുന്നേ ഇതൊക്കെ വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൈബർ ഫ്രോഡുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് www.cybercrime.gov എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗവൺമെന്റ് വെബ്സൈറ്റ് ഉണ്ട്. അതല്ലെങ്കിൽ 1930 എന്ന് പറഞ്ഞ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ഉണ്ട്. ഓക്കെ, സോ ഈ 2 മാർഗങ്ങൾ മുഖേന നമുക്ക് സൈബർ ഫ്രോഡുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈബർ ക്രൈമുകളെ പറ്റിയും അതിന്റെ പ്രിവെൻഷൻ ടിപ്പുകളെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സൈബർ ദോസ്ത് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ട്. ഗവൺമെന്റിന്റെ തന്നെ സൈബർ ദോസ്ത് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ട്. സോ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി പറ്റും. സോ ഇതായിരുന്നു സൈബർ ഫ്രോഡിലെ ഡിജിറ്റൽ അറസ്റ്റ് എന്താണ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ ഫ്രോഡ് പരിപാടി നടക്കുന്നത് നമ്മൾ നോക്കി. അതിനുശേഷം അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഗവൺമെന്റ് തന്നെ തന്നിട്ടുള്ള അഡ്വൈസറീസ് നമ്മൾ പരിചയപ്പെട്ടു. സോ ഇത്രയും കാര്യങ്ങൾ അവെയർ ആയിരിക്കുക. ഏതൊരു സൈബർ ഫ്രോഡ് കേസിലും ഒരു 3 സ്റ്റെപ്പ് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ തന്നിട്ടുള്ള 3 സ്റ്റെപ്പ് ഫോർമുല നമുക്ക് ഫോളോ ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പോസ് ചെയ്യുക, ആലോചിക്കുക, അതിനുശേഷം മാത്രം ആക്ഷൻ എടുക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇരയാവാണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, സൈബർ സ്പേസിൽ ഇടപെടാൻ വേണ്ടി സാധിക്കും. സോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.